നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഇന്ദിരാമ്മ ഗോമതിയോട് പറഞ്ഞു, മോളെ സൂക്ഷിക്കണം, അലോക് ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഗോമതി പറഞ്ഞു, അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മേ. ഏ, അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ അറിയാലോ. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ അനുവിന്റെ മനസ്സിൽ അവനില്ല. അവനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അവൾ അവളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. അത് മാത്രല്ല, ഇനിയിപ്പോൾ അവളുടെ മുന്നിലേക്ക് അങ്ങനെ അവൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞു. ഇന്ദിരാമ്മയ്ക്ക് സന്തോഷ സമാധാനമായി. ഇന്ദിരാമ്മ പറഞ്ഞു, ഇപ്പോഴാ എനിക്കൊരു ആശ്വാസമായെന്ന് പറഞ്ഞു. പിന്നെ അവൻ കല്യാണം അങ്ങനെ മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടനൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ദിരാമ്മ പറഞ്ഞു, അതും എനിക്കറിയാം, അല്ലെങ്കിലും അവൻ ഈ ഇടയായിട്ട് എവിടെ നോക്കിയോ നന്നായിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഇന്ദിരാമ്മ കല്യാണക്കുറിയൊക്കെ ആയിട്ട് കൃഷ്ണമംഗലത്തേക്ക് കയറി പോകുന്ന സമയത്ത് അച്യുത ഫോൺ വിളിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദിരാമ്മയുടെ കയ്യിലിരിക്കുന്ന കല്യാണക്കുറി കണ്ടു. അച്യുതന് മനസ്സിലായി ഇത് കല്യാണക്കുറിയാണ്, അനുവിന്റെ ആന്നുള്ള കാര്യം. ദേഷ്യത്തോടു കൂടി ആ ഭിത്തിക്കിട്ട് വലിച്ചിടിക്കുവാണ് അച്യുതന്. ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആനന്ദ് ഉദയഭാനുവിനുള്ള കല്യാണക്കുറിയൊക്കെ ആയിട്ട് പോവാണ്. പകുതി വഴി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് എന്ത് ചെയ്തു? ബൈക്ക് നിർത്തിയിട്ട് ആ കല്യാണക്കുറി വലിച്ചു കയറി കളയാണ്. അങ്ങനെ തന്റെ അമ്മായച്ചന് കല്യാണത്തിന് വരണ്ട, ഈ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് അവരുടെ മകളുടെ ജീവിതം കൂടെ തീരാനായിട്ട് പോന്നേ. അനുവിന്റെ കഴുത്തിൽ താലി വീഴുമ്പോ ദേവിയുടെ കഴുത്തിലെ താലി താൻ അറുത്തുമാറ്റും. അതാണ് സംഭവിക്കാൻ പോന്നെ. കുറെ കാലങ്ങളായില്ലേ തങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നേ. കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞോട്ടെ, എന്താ ചെയ്യണേന്ന് തനിക്കറിയാം. ഓസി വന്ന് കല്യാണം കൂടി ഫുഡും കഴിച്ചിട്ട് അങ്ങനെ തന്റെ അമ്മായിച്ചൻ പോണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വയം അവിടെ നിന്ന് ചിരിക്കുവാണ് ആനന്ദ്. ഈ സമയത്ത് അനുവിന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. അത് ജീവന്റെ മെസ്സേജ്. ഫ്രീ ആണോ? എങ്കിൽ ഞാൻ വിളിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അനു പറഞ്ഞു, ഞാൻ തിരക്കിലൊന്നുമില്ല, വിളിച്ചോളാൻ പറഞ്ഞിങ്ങനെ മെസ്സേജ് അയക്കുവാണ്. ഈ സമയത്താണ് സുകന്യയുടെ വരവ്. സുകന്യ ഓടിക്കത്തിച്ചങ്ങോട്ടേക്ക് വരുവാണ്. സുകന്യ വന്നിട്ട് പറഞ്ഞു, അനു നീ അവനെ ബ്ലോക്ക് ചെയ്തോ? അലോകിനെ ബ്ലോക്ക് ചെയ്തോ എന്ന് ചോദിച്ചു. ചെയ്തു. നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിച്ചു. നീ എന്തിനാ ബ്ലോക്ക് ചെയ്തേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവനെ പോലുള്ള ഫ്രോഡിനെടുത്ത് തലയെ വെക്കണമായിരുന്നോ? അവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് ഇപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞു. എന്റെ അനു, നീ പൊട്ടത്തോരല്ലേ കാണിച്ചേ? അവൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ? അവൻ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. അവനെ പോലുള്ള ഒരുത്തൻ എന്റെ തലേന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് ഞാൻ സമാധാനപ്പെട്ടിരിക്കുക. അനു, അങ്ങനെ നീ പറയരുത്. നീ ഈ ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞപ്പത്തിനും അനു ശരിക്കും ഞെട്ടി. അനു അവനും കൂടെ ഒന്നിച്ചിരി കട്ടിലേ ഇരിക്കുന്നേ, കെട്ടിപ്പിടിക്കുന്ന ഉമ്മ വെക്കുന്നൊക്കെ ഫോട്ടോസ് ആയിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ അനു പറഞ്ഞു, ചേച്ചി ഇതൊക്കെ അവൻ ക്രിയേറ്റ് ചെയ്താ, ഇതൊന്നും ഞാനല്ലാന്ന് പറഞ്ഞു. ദേ വെറുതെ കള്ളത്തരം പറയരുത്, എനിക്ക് മനസ്സിലായി. നീ അവന്റെ കൂടൊപ്പം പല സ്ഥലങ്ങളും പോയിട്ടില്ലേ, അവൻ വിളിച്ചിടത്തൊക്കെ പോയിട്ടില്ലേ എന്റെ ചേച്ചി എന്നും പറഞ്ഞോണ്ട് ഞാൻ മതി മറന്ന് പെരുമാറുന്നു വിചാരിക്കുന്നുണ്ടോ? എന്റെ വീട്ടുകാരെ മറന്നിട്ട് ഞാൻ ഒന്നും പെരുമാറിയിട്ടൊന്നുമില്ല. ഇത് ഇവനെ ഉണ്ടാക്കിയ ഫോട്ടോസാന്ന് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയണ്ടനു, ഇത് കാണുന്നവർക്കറിയാം ഇത് ഒറിജിനൽ ഫോട്ടോസാന്ന്. സുകന്യ അവളുടെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അനു പറഞ്ഞു, ചേച്ചി വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി, ഈ ഫോട്ടോസ് കാണിച്ചെന്ന് എന്നെ പേടിപ്പിക്കാൻ പറ്റില്ലെന്ന് അവനോട് പറഞ്ഞേരെ. അങ്ങനെയൊന്നും വീഴത്തില്ല അനു. അവന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അലോക് സുകന്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ദേ അലോക് വിളിക്കുന്നുണ്ട്, നീ എടുക്കാൻ പറഞ്ഞു. ഞാൻ എന്തിനെടുക്കണം? ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അനു, നീ ഒന്ന് എടുത്ത് അവനോട് സംസാരിക്കുക, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുകന്യ കോളെടുത്തു. കോളെത്തിഞ്ഞപ്പോൾ ആലോചിച്ചു, സുനേച്ചി എവിടെയാ? അവളുടെ അടുത്താണ്, അവൾക്കൊന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എടാ അത് പിന്നെ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അലോക് ദേഷ്യപ്പെടുവാണ്. ഒടുവില് സുകന്യ ബലമായിട്ട് ഫോൺ അനുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അലോക് പറഞ്ഞു, നീ അങ്ങനെ എന്നെ തേച്ചിട്ട് നൈസായിട്ട് പോകാന്ന് വിചാരിച്ചല്ലേടിന്ന് ചോദിച്ചു. അനു പറഞ്ഞു, എടാ നിന്നെ പോലുള്ള ഒരുത്തിനെ കിട്ടുന്നേക്കാളും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞു. നിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ആശ്വസിക്കുമെന്ന് പറഞ്ഞു. എടി നിനക്ക് അങ്ങനെ അങ്ങോട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എടാ നീ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫേക്ക് ഫോട്ടോസ് ഒക്കെ ഉണ്ട്, ഞാനിത് വീഴും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അത് നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിലൂടെ മുഴുവൻ ഈ നാട് നീളം ഞാനത് കൂടെ ഒട്ടിക്കും, അറിയാലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ? നിന്റെ അവനുണ്ടല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നവന്, അവന്റെ വീട്ടിൽ ഞാൻ കുറെ കൊടുക്കും അങ്ങോട്ട്. അതോടുകൂടി നിന്റെ കല്യാണം മുടങ്ങുമെന്ന് പറഞ്ഞു. ഭയങ്കര ടെൻഷനായി പോയി. അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലോക് പറഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കുവാണ് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. ഈ സമയത്ത് സുകന്യ പറഞ്ഞു, കേട്ടില്ലേ അവൻ പറഞ്ഞത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എനിക്കറിയാം. ഞാൻ അവനെതിരെ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുകന്യ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അനുവിനെ പക്ഷെ ഭയങ്കര പേടിയായി. ഇത് വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല.
അത് ഒളിച്ചു വെക്കും തോറും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും തുറന്നു പറയണം. അല്ലെങ്കിൽ അവനിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നൊക്കെ കരുതിയിട്ട് അനു എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കതവും തുറത്ത് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അനു, ആകാശും ആനന്ദും എല്ലാവരും കൂടെ ഓരോ ഗിഫ്റ്റ് ഒക്കെ പിടിച്ചുകൊണ്ട് അനുവിനെ പ്രതീക്ഷിച്ച് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ധർമ്മം പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അതെ, നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഓരോ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ആനന്ദ് പറഞ്ഞു, അത് ശരിയാ, ഞങ്ങളുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളല്ലേ നീയാ, അപ്പൊ നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും സമ്മാനങ്ങൾ തരണ്ടേന്ന് ചോദിച്ചു. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെ തരാൻ ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, മൂത്തോ ഞാനല്ലേ, ആദ്യം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മം കൊണ്ടൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നീട് ആനന്ദ് കൊണ്ട് 2 വള കൊടുക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പം ശ്രീദേവിയുടെ കണ്ണു നിറഞ്ഞു വന്നു. ആനന്ദ് പറഞ്ഞു, എന്റെ കൈ പിടിച്ചാൽ നീ ആദ്യം ഇതിലൂടെ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആകാശും കൊണ്ടേ കൊടുക്കണം. അപ്പൊ ആകാശ് കൊണ്ടേ കൊടുക്കുന്ന ഒരു ചെറിയൊരു മോതിരമായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ശ്രീദേവിയും കൊണ്ടേ കൊടുത്തു. ശ്രീദേവിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സമ്മാനം കൊണ്ടേ കൊടുത്തു. മീനാക്ഷിയും കൊടുത്തു. ആ സമയത്ത് സുകന്യ മാത്രം ഒന്നും കൊടുത്തില്ല. സുകന്യ മാത്രം ഒന്നും കൊടുക്കാൻ നിൽക്കണം. മിത്ര എന്ത് ചെയ്തു, ഒരു പുസ്തകമാണ് കൊടുത്തത്. നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു പുസ്തകം, അത് ഞാൻ നിനക്ക് തരുമെന്നും പറഞ്ഞു കൊടുത്തു. സുകന്യ കൊടുക്കാൻ നിൽക്കുന്നുണ്ടപ്പം മീനാക്ഷി ചോദിച്ചു, ഇതെന്താ സുകന്യേച്ചി കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു. അതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം. അപ്പോഴേക്കും ധർമ്മം മനസ്സിൽ വിചാരിച്ചു, കൊടുക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഇവള് കുളം തോണ്ടിയാനെന്ന്. ആ സമയം മീനാക്ഷി പറഞ്ഞു, സാരമില്ല, ഇനി അതും കൂടെ ചേർത്തിട്ട് കല്യാണത്തിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, കല്യാണത്തിന് ഞങ്ങൾ ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അനുവിന്. അനു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. ആര്യം പറഞ്ഞു, കാര്യമൊക്കെ നമുക്ക് പിന്നെയും സംസാരിക്കാം, ഇപ്പൊ സന്തോഷമുള്ള സമയല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അത് ശരിയാ, ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞു. ആര് പാട്ട് പാടും? ഞാൻ പാടാന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഞാൻ പാടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ഓരോരുത്തർ പാടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു പാട്ടം കൂടെ പാടാന്ന് പറഞ്ഞു. അങ്ങനെ അനുവിന്റെ ചുറ്റും നിന്നിട്ട് എല്ലാവരും പാട്ടൊക്കെ പാടുവാണ്. ഈ സമയം അനുവിന് ഭയങ്കര ടെൻഷനായി. അനു ഓർത്തു, ഇനിയിപ്പോൾ എങ്ങനെ പറയും അലോകിനെ കുറിച്ചുള്ള കാര്യം, ഇത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവര് തൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. പോരാത്തിന് സുകന്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അനുവിന് വല്ലാത്തൊരു ടെൻഷന്. അവരൊക്കെ ഇത്ര സന്തോഷിക്കുന്ന സമയത്ത് താൻ എങ്ങനെ ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചിന്തയായിരുന്നു സുകന്യ അനുവിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മീനാക്ഷി മുറിയിലേക്ക് വരുമ്പോൾ ആകാശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആകാശിനെ കണ്ടപ്പത്തിന് മീനി വെച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്നാലും നീ 3-4 പാവം കൊടുക്കുന്ന സമയത്ത് എന്നോടൊരു വാക്ക് പറയാമെന്ന് പറഞ്ഞു. ഓ, അതെന്തിനാ ആകാശിനോട് പറയുന്നത്? ആകാശ് എന്നോട് ചോദിച്ചോ? അല്ല, ആകാശ് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു പോലും ഇല്ല എന്നോട്. ഒരു വാക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഇന്നതാ കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആകാശ് എനിക്ക് ആ കമ്മല് തന്നാൽ മതിയായിരുന്നല്ലോ, ഞാൻ ആ കമ്മല് കൊടുത്തിട്ട് ആകാശിന് മാല കൊടുക്കാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആകാശ് പറഞ്ഞു, ഓ, എന്നെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന് നീ എനിക്ക് കടയ്ക്ക് ലൈസൻസ് തരുമായിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ നല്ല രീതിയിൽ അവൾക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തരാം, എൻ്റെ കുറേ പൈസ ഉണ്ടായിരുന്നു പറഞ്ഞു. ആകാശേ, ഇപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ലൈസൻസ് എന്ത് പറഞ്ഞാലും ഒടുവിൽ ലൈസൻസിനടുത്ത് വന്ന് നിൽക്കുമല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ ആ ലൈസൻസ് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാകുമായിരുന്നു അറിയാവോ, കട ഞാൻ ഓപ്പൺ ആക്കിയേനെ. അപ്പം നീ ഒറ്റയൊരുത്തി അതിന് കാരണക്കാരി. അതെ, ലൈസൻസിന്റെ കാര്യം വിട്ടാരെ, ഞാൻ പറഞ്ഞല്ലോ അതിന് ഡോക്യുമെന്റ്സിനും കാര്യങ്ങളൊക്കെ മതി. ഇന്ന് എനിക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടിട്ട് ലൈസൻസ് തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, ഇങ്ങനെ പിണങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല, ആകാശിന് അറിയാലോ എൻ്റെ കാര്യം. അതെ, ഇനിയിപ്പോൾ ലൈസൻസിൻ്റെ കടയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കല്യാണത്തിന് എന്ത് കൊടുക്കാൻ ആകാശ് തീരുമാനിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ അറിയണ്ടെന്ന് പറഞ്ഞു. ഇത് ആകാശിന്റെ കുഴപ്പം, പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യയും ഭർത്താവും എല്ലാം തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ ആകാശ് പറഞ്ഞു, പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. പൈസയോ? എത്ര രൂപ? അല്ല, അത് പിന്നെ ഞാൻ ആകാശിന് എവിടുന്നാ പൈസ എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ ഉണ്ടാക്കും. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ എവിടുന്ന, എന്താ കൊടുക്കണം എന്നൊക്കെ അറിയണ്ടേന്ന് ചോദിച്ചു. എങ്കിൽ പിന്നെ സ്വർണം കൊടുത്താളാന്ന് പറഞ്ഞു. സ്വർണമോ? ഏതിലേലും ഒന്നിൽ ഉറപ്പിച്ചിരിക്കുക, പൈസയാണോ സ്വർണ്ണമാണോ കൊടുക്കണമെന്ന് ചോദിച്ചു. സ്വർണ്ണമോ കൊടുക്കണേ? എത്ര സ്വർണം കൊടുക്കും? ഒരു 5 പവൻ കൊടുക്കുമെന്ന് പറഞ്ഞു. 5 പവനോ? 5 പവൻ സ്വർണ്ണം ഉണ്ടാക്കാനുള്ള പൈസ ആകാശിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്. എവിടെ നിന്ന് ഉണ്ടാക്കും? കടയ്ക്ക് പോലും അഡ്വാൻസ് കൊടുക്കാനായിട്ട് ആകാശിന്റെ പൈസ ഉണ്ടായിരുന്നില്ല, ആകാശ് പലിശയ്ക്കാൻ മേടിച്ചെന്ന് പറഞ്ഞു. ആ സമയത്ത് എങ്ങനെയാ നീ 5 പവന് സ്വർണത്തിനുള്ള പൈസ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അത് നീ എന്തിനാ അറിയണേ? പിന്നെ ഞാൻ അറിയണ്ടേ? ആകാശിനി ഇപ്പോൾ പല പലിശയ്ക്കാൻ മേടിക്കണേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഞാൻ അറിയണ്ടേ? അറിയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
ആകാശിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ആകാശേ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. ആകാശിന്റെ മനസ്സിലുള്ള എന്താന്ന് എങ്കിലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.